ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി ഫെഡറേഷൻ ഒരു 3 അംഗ കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. ഇവർ 2 ISL ഫോർമാറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ISL ക്ലബ്ബുകളുമായി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇന്ന് ക്ലബ്ബുകളും ഫെഡറേഷൻ രൂപീകരിച്ച കമ്മിറ്റിയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. വിർച്വൽ മീറ്റിംഗ് ആണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് ISLന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൊൽക്കത്തൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു മീറ്റിംഗ് കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡിസംബർ 29-ാം തീയതിയാണ് ആ മീറ്റിംഗ്. എല്ലാ കണ്ണുകളും ഇപ്പോൾ ആ യോഗത്തിലേക്കാണ്. ഈ സീസണിൽ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന മീറ്റിംഗോടുകൂടി നമുക്ക് വ്യക്തമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 2 ഫോർമാറ്റുകളാണ് മുന്നിലുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ക്ലബ്ബുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 5-ാം തീയതി തന്നെ ISL ആരംഭിക്കാം എന്നാണ് ഈ ഒരു കമ്മിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ ഈ ഫോർമാറ്റിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ക്ലബ്ബുകൾക്ക് ഉണ്ടായിരുന്നു. അതിൽ വ്യക്തത വരുത്തണമെന്ന് അവർ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം പ്രൊജക്ടിന്റെ കാര്യത്തിൽ വ്യക്തത തേടിയിട്ടുണ്ട്. റവന്യൂ മോഡൽ, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് പ്ലാനുകൾ, കോസ്റ്റ് ഷെയറിംഗ് എന്നിവയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി ക്ലബ്ബുകൾ ഫെഡറേഷനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുന്ന 29-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ട്. അന്നത്തോടുകൂടി ഒരു ചിത്രം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.